വെച്ചാൽ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ തിരിച്ച് ഇതുപോലെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓപ്പറേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ. ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഓൺ വോയിസ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇനി ഈ വീഡിയോയിലൂടെ മാറി നിൽക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ തിരിച്ച് ഇതുപോലെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓപ്പറേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിലോട്ട് പറയാം. പെട്ടെന്നായിരുന്നു, അങ്ങനെ ഇപ്പം അതിനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ നാളെ അഡ്മിറ്റ് ആവണം. അങ്ങനെ മറ്റന്നാൾ സർജറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് എല്ലാം റെഡിയാക്കണം, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കുറച്ചൊക്കെ ടെൻഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ സർജറി എന്നും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊക്കെ പറയാം കേട്ടോ. അപ്പം എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് എന്തെന്ന് അറിഞ്ഞൂടാ, ചിലവർക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുന്നതാണ്, ചിലവർക്കെന്നല്ല എല്ലാവർക്കും ഇടുന്നതാണ്. പക്ഷേ കമൻറ്റ് കുറച്ച് കഴിഞ്ഞ് ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ കമൻറ്റ് കാണാനില്ല. എല്ലാവർക്കും സ്ഥിരമായിട്ട് ഇടുന്നതാണ്. എന്താണെന്ന് എനിക്ക് കാര്യം അറിഞ്ഞൂടാ. റിപ്ലൈ കൊടുത്താലും അത് നോക്കുമ്പോൾ കാണാനില്ല. അത് ആരും ഒന്നും വിചാരിക്കില്ല, ഞാൻ മനഃപൂർവ്വം ചെയ്യണമല്ല കേട്ടോ. എന്താണെന്ന് പറഞ്ഞത്. അപ്പം ആപ്പാടൊരു ടെൻഷനും കാര്യങ്ങളാണ്. എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ പോയി റൂമെടുത്ത് അഡ്മിറ്റ് ആവണം. അഡ്മിറ്റായി മറ്റന്നാൾ സർജറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കണം. ഒരു കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നേ ഉള്ളൂ. എല്ലാം ഷോർട്ടൊക്കെ കാണും. ഷോർട്ടെല്ലാം ഡ്രാഫ്റ്റിൽ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് പാടായിരിക്കും. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും കുറച്ച് പാടായിരിക്കും, വൈകും. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹവും പ്രാർത്ഥന എല്ലാം കൂടെ വേണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ ആണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എമർജൻസി അത്യാവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാം സെൽഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ കാണും, ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്തായാലും ഒന്ന് പറയണം, എന്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ വേണം. ഏതായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പറ്റുവാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കും. അത് വലിയ എമർജൻസി സർജറി അല്ല കേട്ടോ. എന്നാലും ആകെ ഒരു ടെൻഷനുണ്ടേ. ഇപ്പം സർജറി എമർജൻസി ആയാലും അല്ലെങ്കിലും സർജറി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ കാണില്ലേ, ആ ഒരു ടെൻഷനുണ്ട്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ കൂടെ കാണണം കേട്ടോ. ആ ഒരു ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് പറയുന്നത്. അതല്ല എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ വൈകും. എനിക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ആയിരിക്കും, ഒന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം. എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ബൈ, സീ യു.